ഉറുദു ദേശീയതയുടെയും മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷ. ഇന്ത്യയിൽ ജന്മം കൊണ്ട ഉറുദു ലോകഭാഷകൾക്കിടയിൽ മാധുര്യത്തിന്റെ ഭാഷ എന്ന വിശേഷണത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകാര്യമായതിൽ നമുക്ക് അഭിമാനിക്കാം. സാമ്രാജ്യത്വമോഹികളായ വെള്ളക്കാരനെതിരെയുള്ള ജാതിമത വർഗ ചിന്തകൾക്കതീതമായ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഭാഷയാണ് ഇന്ത്യൻ ബഹുസ്വരതയുടെ ജൈവ പ്രതീകമാണ് ഉറുദു ഭാഷ. ഭാരതത്തിന്റെ ബഹുസ്വരത ഉറുദുവിനോളം മറ്റൊരു ഭാഷയും ഉൾക്കൊണ്ടിട്ടില്ല. ഡൽഹി സുൽത്താൻമാരുടെ ആരംഭം മുതൽ മുഗളാധിപത്യത്തിന്റെ അവസാനം വരെയുള്ള 5 നൂറ്റാണ്ടുകാലം ഉറുദു ഭാഷയ്ക്ക് സാംസ്കാരിക പൈതൃകം സമ്മാനിച്ചു. 1857 മഹത്തായ വിപ്ലവം മുതൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകരാൻ ഉറുദുവിന് സാധിച്ചു. ഗാന്ധി, നെഹ്റു, അബുൽ കലാം ആസാദ് എന്നീ ദേശീയ നേതാക്കൾ ആശയങ്ങൾ പങ്കുവച്ചത് ഈ ഭാഷയിലാണ്. सारे जहां से अच्छा हिंदुस्तान हमारा, हम बुलबुले हैं इसकी ये गुलिസ്ഥാൻ हमारा. വിശ്വപ്രപഞ്ചത്തിൽ അത്യുത്തമം നമ്മുടെ ദേശം ഭാരതം, നാം അതിലെ വാനമ്പാടികൾ, നമ്മുടെ മലർവാടി ഭാരതം എന്ന് പാടിയത് വിശ്വമാനവികതയുടെയും ദേശസ്നേഹത്തിന്റെയും ഉറുദു കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാലാണ്. സർവദേശത്തെക്കാളും ഉത്തമം എന്റെ ഭാരതം എന്ന് പാടിയ ഇഖ്ബാലിന്റെ വരികൾ ദേശീയ സമരത്തിന് ആവേശം പകരുകയും ജനകീയമാക്കി മാറ്റുകയും ചെയ്തു. ജനസഹസ്രങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗോതയിലേക്ക് നയിച്ചു. കഥകളുടെ ചക്രവർത്തി പ്രേംചന്ദ് നവാബ് റായ് എന്ന പേരിൽ ഉറുദുവിലെഴുതിയ സോസേ വതൻ ബ്രിട്ടീഷുകാർക്ക് വൻ ഭീഷണി ഉയർത്തുകയും അവർ അതിനെ കത്തിച്ചു കളയുകയും ചെയ്തു. പിന്നീടും അദ്ദേഹം തന്റെ തൂലിക പടവാളാക്കിക്കൊണ്ട് കാലഘട്ടത്തിന്റെ അനീതികൾക്കെതിരെ പോരാടി. അദ്ദേഹത്തിന്റെ കൃതികൾ ജനങ്ങളെ ബ്രിട്ടീഷുകാരന്റെ അനീതികൾക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചു. ഇൻകുലാബ് സിന്ദാബാദ് 1920 ഹസ്രത്ത് മൗഹാനി നേതൃത്വം നൽകിയ കാൺപൂരിലെ സംസ്ഥാന ലേബർ തൊഴിലാളികളുടെ പ്രകടനത്തിൽ ആദ്യമായി ഈ ഉറുദു മുദ്രാവാക്യം മുഴങ്ങി. പിന്നീട് ധീരദേശാഭിമാനി ഭഗത് സിംഗിലൂടെ ഇൻകുലാബ് സിന്ദാബാദ് വിപ്ലവത്തിന്റെ പര്യായമായി. ലോകത്തിന് ഉറുദു ഭാഷയുടെ സംഭാവനയാണ് ഗസൽ. ഭാഷക്കതീതമായി ലോകത്തെവിടെയും ഗസൽ ആരാധകരുണ്ട്. വിരഹവും പ്രണയവുമെല്ലാം ഗസലുകളായി പെയ്തിറങ്ങുന്നു. ഗസൽ ദേശാതിർത്തികളെയും രാഷ്ട്രീയ വൈരങ്ങളെയും ലംഘിച്ച് എല്ലാവരുടെയും കൂട്ടായ്മ അടയാളപ്പെടുത്തുന്നു. चुपके चुपके रात दिन आंसू बहाना याद है हमको अब तक आशिकी का वो ज़माना याद है. ഹിന്ദുസ്ഥാനി സംഗീതം കേവലം തിരമാലകളല്ല, അത് അനന്തസാഗരമാണ്. മുഹമ്മദ് റഫി, മെഹദി ഹാസൻ, ഉലാം അലി, തലത് മെഹ്മൂദ്, ജഗജിത് സിംഗ്, പങ്കജ് ഉദാസ്, ബീഗം അക്തർ, അനൂപ് ജലോട്ട, ഹരിഹരൻ ഇവരുടെ ഗസലുകളിലൂടെ ഉറുദു ഭാഷയുടെ ആലക്തിക പ്രഭാവം ആസ്വാദക ഹൃദയങ്ങളിൽ ഇന്നും അനുഭൂതിയുടെ അനുപമ സാന്നിധ്യമായി നിൽക്കുന്നു. ഇങ്ങ് കൊച്ചു കേരളത്തിലും ഉറുദു ഭാഷയ്ക്ക് നക്ഷത്രത്തിളക്കം. മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തിൽ ഉറുദു ഭാഷയ്ക്ക് വേണ്ടത്ര പ്രചാരം ലഭിച്ചില്ലെങ്കിലും 28 നോവലുകൾ രചിച്ച സുലൈഖ ഹുസൈനിലൂടെയും എസ്.എം. സർവറിന്റെ കവിതകളിലൂടെയും അബ്ദുസ്സമദ് സമദാനിയുടെ പ്രഭാഷണങ്ങളിലൂടെയും കേരളത്തിൽ ഉറുദു ഭാഷ വളർന്നുവന്നു.
സാഹിത്യ സരോവരമായ സർവർ സാഹിബ്, കേരളത്തിൽ ഉറുദു ഭാഷ പ്രചരിപ്പിച്ച അതുല്യ വ്യക്തിത്വം. അദ്ദേഹം കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ പ്രകീർത്തിച്ചെഴുതിയ അർമുഗാനെ കേരള കവിത ഇന്നും ഓരോ സിരകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നാരിയൽ കെ പേട് സബ് ബാന്ധേ കടേ ഹെ ഇസ് തരഹ്, ഈദ്ഗാഹോ മേ ഹം സഫ് ബസ്ത നമാസി ജിസ് തരഹ്. അണിയണിയായി നിൽപ്പൂ കേരവൃക്ഷങ്ങൾ ഈദ്ഗാഹിലെ പ്രാർത്ഥനയുടെ അണികൾ കണക്കെ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വൈലോപ്പിള്ളി ശ്രീധരമേനോനോട് സാമ്യം പുലർത്തുന്ന കവിയാണ് സർവർ സാഹിബ്. തും കഹോ കശ്മീർ കോ ഫിർദൌസ് ബരുവേ സമീൻ, മേ കഹൂ കെ കേരള ഫിർദൌസ് സേ ബഡ്കർ കഹി. നിങ്ങൾ പറയുന്നു ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കശ്മീരെന്ന്. ഞാൻ പറയുന്നു കേരളത്തെക്കാൾ വലിയൊരു സ്വർഗമില്ലെന്ന്.